ഹരി ഓം. നമസ്കാരം. രാമായണ മാസപാരായണത്തിൻ്റെ 18-ാം ദിവസത്തെ പ്രധാന പാരായണ ഭാഗങ്ങൾ: സീതാന്വേഷണ ഉദ്യോഗം, സ്വയം പ്രഭാഗതി, സ്വയം പ്രഭാസ്തുതി, അംഗദാദികളുടെ സംശയം എന്നീ ഭാഗങ്ങളാണ്. സുഗ്രീവൻ രാമനോട് പറയുന്നു: അല്ലയോ ഭഗവാനെ, വന്നു നിൽക്കുന്ന കവികുലത്തെ കനിഞ്ഞൊന്ന് തൃക്കൺ വാർത്ത് അരുളേണമാതരാൽ. ഈ വന്നു നിൽക്കുന്നതായ സീതയെ അന്വേഷിച്ച് പോകുന്നതിനായി തയ്യാറായി നിൽക്കുന്ന ഈ വാനര സംഘത്തെ അങ്ങയുടെ തൃക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയാലും ഇവര് നാനാ സരിൽ ദ്വീപവാസികൾ, പർവ്വതതുല്യ ശരീരികളേവരും, ഗർഭം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം അകറ്റുവാൻ പോന്നവർ, അഹങ്കാരദർപ്പിതരായ രാക്ഷസന്മാരുടെ അഹങ്കാരമെല്ലാം ശമിപ്പിക്കാൻ തക്ക ശക്തിയുള്ള അചലസന്നിഭന്മാരായ പർവ്വതതുല്യ ശരീരികളായ ഈ വാനരശ്രേഷ്ഠന്മാരെ അങ്ങ് കണ്ടാലും, നാനാ കുലാചല സംഭവർ എന്നാണ് പറയുക. കുലാചലത്തിൽ നിന്ന്, വിവിധങ്ങളായ കുലാചലങ്ങളിൽ നിന്ന് വന്നവരാണ്. കുലാചലങ്ങളെന്ന് പറഞ്ഞാൽ മഹേന്ദ്രോ മലയ സഹ്യ ശക്തിമാൻ ഋഷപർവത വിന്ധ്യശ്ച പാരിയാത്രശ്ച സപ്തേതൈ കുലപർവത എന്നാ പറയുക. ഇതൊക്കെയാണ് മഹേന്ദ്രം, മലയം, സഖ്യം, ഋഷപർവതം മുതലായ കുലപർവ്വതങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വിവിധ വീരന്മാരാണ് വന്നിരിക്കുന്നത്. ഇവരില് കേജിൽ ഗജബല ശക്തിയുള്ളവരുണ്ട്, കേജിൽ ദശഗജ ശക്തിയുള്ളവരും ഉണ്ട്. കേജിൽ എന്ന് പറഞ്ഞാൽ ഇവരിൽ ചിലർക്ക് ഒരു ആനയുടെ ശക്തിയുള്ളവരുണ്ട്, 10 ആനയുടെ ശക്തിയുള്ളവരുണ്ട്, സിംഹത്തിൻ്റെ ശക്തിയുള്ളവരുണ്ട്. ഇവർ കേജിൻ മൃഗേന്ദ്ര സമന്മാർ, സിംഹത്തെ പോലെ ശക്തിമാന്മാരായിട്ടുള്ളവരുണ്ട്. കേജിൻ മഹേന്ദ്ര നീലോപല രൂപികൾ. നീലോപലം, നീല അധികം ഉപലം, നീലോപലം, നീലരത്നം, അതായത് ഇന്ദ്രനീലത്തിൻ്റെ ശോഭയോടുകൂടിയ ശരീരത്തോടുകൂടിയ പർവ്വതതുല്യന്മാരായിട്ടുള്ള ഇവര് കാമോപമ രൂപികൾ എന്ന് പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇഷ്ടമനുസരിച്ച്, അവരുടെ കാമമനുസരിച്ച് രൂപത്തിന് പരിവർത്തനം വരുത്താനും കഴിവുള്ള വാനരശ്രേഷ്ഠന്മാരെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അങ്ങെന്താണ് വേണ്ടത്? വേണുന്നത് എന്തെന്ന് ഇവരോട് അരുൾ ചെയ്യുക, വേണമെന്നാൽ ഇവർ സാധിക്കുമൊക്കവേ. ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവരെ ഞാൻ വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. വിവിധ കുലപർവ്വതങ്ങളിൽ നിന്ന് മുഖ്യ വാനരന്മാരെ വിളിച്ച് ഇവിടെ കൂട്ടിയിരിക്കുകയാണ്. അപ്പം ഇനി അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് ഇവര് പ്രവർത്തിക്കും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു: ജാനകി മാർഗണാർത്ഥം നിയോഗിക്ക നീ വാനരവീരരെ നാനാദിശി സഖേ. നീ എല്ലാ ദിക്കിലേക്കും ഈ വാനര വീരന്മാരെ അയക്കുക. എന്തിനാണ്? ജാനകി മാർഗണാർത്ഥം എന്ന് പറഞ്ഞാൽ സീതയെ അന്വേഷിക്കുന്നതിന് വേണ്ടി നീ ഇവരെ അയക്കുക. സുഗ്രീവനപ്രകാരം വാനരന്മാരെ നിയോഗിച്ചു. 100,000 വീതം വാനരന്മാരെ 4 ദിക്കെങ്കിലും അയച്ചു. അത് ഓരോ 1,00,000 വീതം വാനരന്മാരെ 4 ദിക്കിലേക്കും പോകാനായിട്ട് നിയോഗിച്ചു. അതിൽ വിശേഷിച്ചും ദക്ഷിണ ദിക്കിലേക്ക്, അതായത് തെക്ക് ദിക്കിലേക്ക് പോകുന്നതിന് പ്രധാനികളായിട്ടുള്ള വാനരന്മാരെ ജാമ്പവാൻ, ഹനുമാൻ, അംഗദൻ തുടങ്ങിയ വാനരവീരന്മാരെ പ്രത്യേകം അവിടേക്ക് നിയോഗിച്ചു. പിന്നെ ഈ സുഗ്രീവാജ്ഞ എന്ന് പറഞ്ഞ പ്രസിദ്ധമാണ്. സുഗ്രീവൻ തീഷ്ണദണ്ഡനാണ്. എന്തെങ്കിലും വാനരരാജാവായ സുഗ്രീവൻ പറയുന്ന ആജ്ഞ അതേ പ്രകാരം നടപ്പാക്കിയിരിക്കണം. സുഗ്രീവൻ പറയുന്നു: അത്ഭുതഗാത്രിയെ നീളത്തിരഞ്ഞിങ്ങ് 30 നാളിനകത്ത് വന്നിടണം. മനോഹര രൂപിയായ സീതാദേവിയെ കണ്ട് അതിന് സമയം കൊടുത്തിരിക്കുന്നത് 30 ദിവസമാണ്. 30 ദിവസത്തിനകം തിരികെ വന്നുകൊള്ളണം. ഉൽപ്പലപത്രാക്ഷി തന്നെയും കാണാതെ 30 നാൾ കഴിഞ്ഞു വരുന്നവൻ പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം. ഏണാംഗശേഖരൻ തന്നാണ് നിർണയം. സീതയെയും കണ്ട്
കാണാതെ 30 ദിവസം കഴിഞ്ഞ് വരുന്നവർക്കെല്ലാവർക്കും പ്രാണാന്തികം ദണ്ഡമാണ്, വധശിക്ഷ. അതാരെ കൊണ്ടാണ് സത്യം? ഏണാങ്കശേഖരൻ ഭഗവാൻ പരമശിവനെ കൊണ്ട് സത്യം ചെയ്യാണ്. ശിവനാണ് സത്യം. 30 നാൾ കഴിഞ്ഞ് സീതയെ കാണാതെ തിരിച്ചു വരുന്നവരെയെല്ലാം വധിച്ചു കളയുന്നതാണ്. അത്ര തീക്ഷ്ണമായ ആജ്ഞയാണ് സുഗ്രീവൻ്റേത്. അങ്ങനെ എല്ലാവരും അപ്പോൾ തന്നെ ഓരോ ലക്ഷം വാനരന്മാർ 4 ദിക്കെങ്കിലേക്കും പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നേരം ഹനുമാൻ ഭഗവാന്റെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞു. ഭഗവാനെ, ഞാൻ സീതയെ അന്വേഷിച്ച് യാത്ര പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ കൈവിരലിൽ അണിഞ്ഞിരുന്ന രാമനാമാങ്കിതമായ അങ്കുലീയകം, മോതിരം ഹനുമാനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇത് നിനക്ക് ഉപകാരം വരും. നീ സീതയെ കണ്ടെത്തുമ്പോൾ നിനക്ക് വിശ്വാസം വരുന്നതിലേക്ക്, സീതയ്ക്ക് നിന്നിൽ വിശ്വാസം വരുന്നതിലേക്ക് ഈ മോതിരം നിനക്ക് ഉപകാരപ്പെടും. അതുകൂടാതെ ഒരു അടയാളവാക്യവും, വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുന്നതിനായി ഒരു അടയാളവാക്യവും പറഞ്ഞു കൊടുത്ത് ഹനുമാനെയും മറ്റ് വാനരശ്രേഷ്ഠന്മാരെയും ഭഗവാൻ യാത്രയാക്കുകയാണ്. അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു. വനത്തിലൂടെ, കൂരിരുട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഒരു ഗഹ്വരം കണ്ടു. ഗഹ്വരം എന്ന് പറഞ്ഞാൽ ഗുഹ. അവർ ആ ഗുഹയിൽ ഹനുമാൻ ആദ്യം ഇറങ്ങി, മറ്റുള്ളവർ പിന്നാലെ ഇറങ്ങി. കുറച്ചങ്ങോട്ട് ചെന്നപ്പോൾ വളരെ മനോഹരമായ സ്വർണ്ണ നിർമ്മിതമായ കൊട്ടാര സദൃശമായ ഒരു ലോകത്തേക്കാണ് അവരെത്തിച്ചേർന്ന ഗുഹയുടെ ഉള്ളിലേക്ക്. അവിടെ തേജസ്വരൂപിണിയായ ഒരു യോഗിനിയെ കണ്ടു. വിശ്വകർമാവിൻ്റെ മകളും അതിമനോഹരിയുമായ ഹേമ എന്ന് പറയുന്ന ദേവസ്ത്രീയുടെ അത്ഭുതകരമായ നൃത്തവൈദഗ്ധ്യം കണ്ട് സന്തുഷ്ടനായ പരമശിവൻ ഈ ദിവ്യ നഗരം അവർക്ക് സമ്മാനിച്ചതാണ്. ആ ഹേമയുടെ പരിചാരികയായിട്ടുള്ള, സഖിയായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ന യോഗിനി സ്വയം പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. ഹേമ മോക്ഷം ലഭിച്ചു പോയി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ വസിക്കുക, ഇവിടെ മറ്റ് ശല്യങ്ങളോ ജന്തുക്കളൊന്നും വരില്ല. ശ്രീരാമൻ നിർദ്ദേശപ്രകാരം സീതയെ അന്വേഷിച്ച് വാനരശ്രേഷ്ഠന്മാരിവിടെ വരുമ്പോൾ നീ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക. അതിനുശേഷം നീ ഭഗവാനെ പോയി കണ്ട് മോക്ഷപ്രാപ്തി നേടുക എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയുള്ള അമൃതസമമായ വെള്ളവും നല്ല പഴങ്ങളും ഒക്കെ കഴിച്ച് വിശ്രമിക്കുക. അതിനുശേഷം നിങ്ങളെ ഞാൻ പ്രധാന വഴിയിലേക്ക് എത്തിക്കാം. അങ്ങനെ കണ്ണടച്ചു നിന്ന വാനരന്മാരെ ഒരു നിമിഷം കൊണ്ട് സ്വയംപ്രഭ തൻ്റെ ദിവ്യശക്തി കൊണ്ട് പ്രധാന വീതിയിലേക്ക് വീണ്ടും എത്തിച്ചു. അങ്ങനെ സ്വയംപ്രഭ ഭഗവാനെ ചെന്ന് കണ്ട് മനോഹരമായി സ്തുതിച്ച് ഭഗവാൻ അവൾക്ക് മോക്ഷം നൽകുന്നു. അതാണ് സ്വയംപ്രഭാഗതിയും സ്വയംപ്രഭാസ്തുതിയും. പിന്നീട് അംഗദാദികളുടെ സംശയമാണ്, ഇവരിങ്ങനെ വലിയ സമുദ്രം കണ്ട് നടന്ന് സമുദ്രതീരത്തെത്തി എങ്ങനെ ഇതിന് മറുകര കടക്കും എന്ന് ചിന്തിച്ച് ഒരു ഗുഹയിൽ 30 നാളോളം എല്ലാവരും കൂടെ കഴിഞ്ഞു. അപ്പോഴാണ് അംഗദൻ ഓർക്കുന്നത്, പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് 30 ദിവസം കഴിഞ്ഞാൽ. പ്രത്യേകിച്ചും ഞാൻ ബാലിയുടെ പുത്രനാണ്, ശത്രുവിൻ്റെ പുത്രനാണ് ഞാൻ അംഗദൻ. അപ്പോൾ എന്നെ വധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. നിങ്ങളെ വധിച്ചില്ലെങ്കിലും എന്നെ ഉറപ്പായിട്ടും വധിക്കും. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്ക് യാതൊരു നിർവാഹവും ഇല്ല. നമുക്ക് ഈ ആയുധം കൊണ്ട് മരിക്കുന്നതിലും ഭേദം ഉപവസിച്ച് പട്ടിണി കിടന്ന് മരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ദർഭ വിരിച്ച് കിടക്കുകയാണ്. പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായി കിടക്കുന്നു. അതാണ് അംഗദാദികളുടെ സംശയം എന്ന ഭാഗം. ആ ഭാഗത്തോടുകൂടി 18-ാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ പാരായണ ഭാഗവുമായി നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഹരി ഓം.